ടു അവർ യൂട്യൂബ് ചാനൽ. 7th മന്തിൽ എനിക്ക് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണിത്. വളകാപ്പ് ചടങ്ങിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ ദിവസത്തെ വീഡിയോസ് ഞാൻ റീൽസ് ആയിട്ടൊക്കെ 2-3 ദിവസം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചും നേരിട്ടുമൊക്കെ എന്റെ സാരിയെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാരി ഞാൻ നെയ്യാറ്റിങ്കര വിരാസത്തിൽ നിന്ന് നേരിട്ട് പോയി വാങ്ങിച്ചതാണ്. ഓൺലൈനായിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻസ്റ്റാ പേജ് കയറി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ടൈമിൽ എനിക്ക് സാരി ഉടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് സാരി ഉടുപ്പിച്ചു തന്നത് ചേച്ചിയാണ്. അപ്പൊ സാരിയുടെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. ആക്ച്വലി ഈ വളകാപ്പ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നമ്മുടെ ഇവിടെയൊക്കെ ക്രിസ്ത്യൻസ് ഒന്നും അങ്ങനെ ചെയ്ത് കാണാറില്ല. യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കിയാണ് ഡെക്കറേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ ഏട്ടന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആണിത്. എനിക്കും ഏട്ടനും വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടുന്ന ആദ്യത്തെ ഫംഗ്ഷൻ. എന്റെ മാരേജിന് ഹൽദി ഒക്കെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എനിക്കത് സാധിച്ചില്ല. എന്തായാലും ഈ ഒരു ഫംഗ്ഷനിലൂടെ ആ ഒരു കുറവ് ഞാനങ്ങ് നികത്തുവാണ്. നമുക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യമായാലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ അത് ഒരിക്കലും മാറ്റി നിർത്തരുത്. മറ്റുള്ളവർക്ക് ആർക്കും ദോഷമില്ലാത്തതാണെങ്കിൽ ധൈര്യമായിട്ട് അങ്ങ് ചെയ്യുക. എന്റെ ഫാമിലിയിലായാലും എനിക്ക് ഒരുപാട് സപ്പോർട്ടും സ്നേഹവും തന്ന് എന്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് പേര് എനിക്കുണ്ട്. സത്യത്തിൽ വളകാപ്പ് ഫംഗ്ഷൻ ഞാനും ഏട്ടനും മാത്രമായിട്ട് ഷൂട്ടായിട്ട് എടുക്കാന്ന് വിചാരിച്ചിരുന്നതാണ്. പ്രതീക്ഷിക്കാതെയാണ് പലഹാരം കൊണ്ടുവരുന്ന ചടങ്ങ് സെറ്റായത്. അതിന്റെ കൂടെ വളകാപ്പ് ചടങ്ങ് കൂടെ സെറ്റ് ചെയ്തപ്പോൾ പിന്നെ ഫുൾ കളറായി. ഈ ഒരു വളകാപ്പ് വീഡിയോയിൽ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എനിക്കിതൊക്കെ പറയണമെന്ന് തോന്നി. ഏട്ടൻ, അമ്മ, പപ്പ, ചേച്ചി, എന്റെ അനിയൻ, ഇവരെല്ലാം എനിക്ക് കിട്ടിയ നിധികളാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ.